And I wish everybody best wishes for Eid. I learnt in Malayalam also. Let me see if I get it right. എല്ലാവർക്കും എൻ്റെ പെരുന്നാൾ ആശംസകൾ. എല്ലാവരും എൻ്റെ പെരുന്നാൾ ആശംസകൾ. വിശുദ്ധ റമദാൻ എല്ലാവർക്കും അറിയാവുന്ന പോലെ ഇഫ്താറിന്റെ മാസം കൂടിയാണ്. പ്രിയപ്പെട്ട പ്രിയങ്ക ഗാന്ധി നമ്മുടെ മലപ്പുറത്ത് വന്നപ്പോൾ വീട്ടിൽ വരാൻ ആഗ്രഹം പ്രകടിപ്പിച്ചു. അപ്പോൾ ഇഫ്താറിനാകാം എന്ന് ഞങ്ങൾ പറഞ്ഞു. അങ്ങനെ ഇപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് ഇഫ്താറൊക്കെ കഴിച്ച് അവർ പോയി. തികച്ചും സൗഹൃദ സന്ദർശനമായിരുന്നു. കുറെ കാലമായിട്ട് വയനാട്ടിൽ ഇടയ്ക്ക് വരും. ആ സമയത്ത് കുറെ അവരെ കണ്ടിട്ട് കുറച്ചായി. അപ്പോൾ ഏതായാലും ഇന്ന് കാണാനും ഒരുമിച്ച് ഭക്ഷണം കഴിക്കാനൊക്കെ സാധിച്ചു. സന്തോഷം. രാഷ്ട്രീയമായ ചർച്ചകളൊന്നും ഉണ്ടായിട്ടില്ല. അവരിവിടുത്തെ കാലാവസ്ഥയെക്കുറിച്ചും മറ്റു കാര്യങ്ങളൊക്കെ വിശദമായിട്ട് പറഞ്ഞു. ഇലക്ഷൻ കാലാവസ്ഥ അനുകൂലമെന്ന് പറഞ്ഞു. UDFന് അനുകൂലമായ കാലാവസ്ഥയാണ് ഇവിടെ എന്ന് പറയുന്നത്. ഇലക്ഷൻ കഴിഞ്ഞിട്ട് ഇവിടെ വന്നില്ലല്ലോ. അപ്പൊ പാണക്കാട്ട് വന്നതാ. ഇലക്ഷൻ കഴിഞ്ഞിട്ട് പിന്നെ ഇങ്ങോട്ട് വന്നില്ലല്ലോ. അപ്പോൾ തങ്ങൾ കാണാമെന്ന് വിചാരിച്ചു. തങ്ങള് ആദ്യം രാഹുൽ ജില്ല ചെയർമാൻ, ഇപ്പോ പിന്നെ വേണത്തിന്റെ ചെയർമാൻ. അതാ അപ്പൊ ഒന്ന് വന്നു പോയി, അത്ര തന്നെയാണ്. വയനാട്ടിലെ മുസ്ലിം ലീഗിന്റെ പ്രൊജക്ടിനെ കുറിച്ചൊക്കെ അവർ ചോദിച്ചറിഞ്ഞു. അവിടെ ചുരമലയിലെ ദുരന്തത്തിൽ ഇരയവർക്ക് മുസ്ലിം ലീഗ് വെച്ചു കൊടുക്കുന്ന പ്രൊജക്ട് ഉണ്ട്. അതിനെക്കുറിച്ചൊക്കെ വിശദമായിട്ട് അവർ ചോദിച്ചറിയുണ്ടായി. കഴിഞ്ഞ ദിവസം അവർ മുഖ്യമന്ത്രിയുടെ ആ പരിപാടിയിൽ പങ്കെടുത്ത കാര്യങ്ങളും ഇവിടെ ഞങ്ങളോട് പറഞ്ഞു.